എല്ലാ വർഷവും ഒക്ടോബർ 10-ാം തീയതി ലോക മാനസികാരോഗ്യ ദിനമായി നമ്മൾ ആചരിക്കാറുണ്ട്. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനുവേണ്ടി നമ്മളെ എങ്ങനെ പാകപ്പെടുത്തണം എന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കാറുമുണ്ട്. ആക്സസ് ടു സർവീസ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആളുകൾക്ക് ദുരന്തങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിലുമൊക്കെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഈ പ്രമേയം എടുത്തു കാണിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്നത് മാത്രമല്ല, നമുക്ക് ചുറ്റും നടക്കുന്നതും ഈ ലോകം മുഴുവൻ സംഭവിക്കുന്നതുമായ പല നെഗറ്റീവ് കാര്യങ്ങളും നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കാറുണ്ട്. നമ്മൾ പതിവായി കാണുന്ന പല വാർത്തകളും നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ നിസ്സഹായരാകുകയോ ദേഷ്യം തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്യാം. ഇത് കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ കാണാതിരിക്കാനും ഈ രാജ്യത്തും ലോകം മുഴുവനും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിയാതിരിക്കാനും ശ്രമിക്കുന്ന ഏറെ പേർ നമുക്കിടയിലുണ്ട്. ചിലപ്പോഴൊക്കെ നിരന്തരമായ ഇത്തരം വാർത്തകളിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ്. എന്നിരുന്നാലും നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നറിയേണ്ടതും വളരെ പ്രധാനമാണ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാമെന്നത് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ സമ്മർദ്ദം ഒഴിവാക്കാൻ കഴിയണമെന്നില്ല, പക്ഷേ അത് അമിതമാകുന്നത് നിയന്ത്രിക്കാൻ ഒരുപാട് വഴികളുണ്ട്. നിങ്ങളുടെ മാനസികാരോഗ്യത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കുന്നതിനും ഈ മാനസികാരോഗ്യ ദിനത്തിൽ മെച്ചപ്പെട്ട മാനസികാരോഗ്യം നേടുന്നതിനായുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ നിങ്ങൾക്കും നിരവധി മാർഗങ്ങളുണ്ട്. ഞങ്ങളുടെ പോസ്റ്ററുകളും സോഷ്യൽ മീഡിയ സന്ദേശങ്ങളും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കൂ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ലിങ്ക്ഡ്ഇൻ തുടങ്ങിയവ ഫോളോ ചെയ്ത് നിങ്ങൾക്കും മാനസികാരോഗ്യ അവബോധത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളിയാവാം.